നമസ്കാരം. എനിക്ക് മനസ്സിലാകാത്തത് ഈ കുഞ്ഞാലിക്കുട്ടിയും നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളും കൂടെ ഈ അച്ഛന്മാരെ കാണാൻ പോകുന്നത് എന്തിനാ, പിതാവിനെ. ഇന്നലെ ഒരു അരമനയിൽ പോയി സംസാരിച്ചെന്ന് പറയും. എന്തിൻ്റെ കാര്യം സംസാരിക്കുന്നു? മുനമ്പത്തെ കാര്യമോ? ഈ മുനമ്പത്തെ കാര്യം എന്താ സംസാരിക്കാനാ? സമുദായങ്ങൾ തമ്മിൽ തീരുന്ന പ്രശ്നമാണോ അത്? ഒന്നുമല്ല. ആരെ പറ്റിക്കാൻ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്? നട്ടലുണ്ടെങ്കിൽ നിവർന്ന് നിന്നുകൊണ്ട് പറയണം. ആര് പറയണം? ഈ കുഞ്ഞാലിക്കുട്ടിയും പറയണം, തങ്ങളും പറയണം. അത് 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 വഖഫിൻ്റെ സ്വത്താണ്. വഖഫിൻ്റെ സ്വത്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ചുമ്മാ പറയല്ലോ. ഇതൊക്കെ കളിയാണ്, പിള്ളേർ കളിയാണ്. വഖഫിന് ആധാരം ചെയ്ത വസ്തുവാണ് അത്. 404 ഏക്കർ എന്ന് പറയുന്നത്. അത് ചുമ്മാ ഏക്കർ ചെയ്തതല്ല. നമ്മളെപ്പോലുള്ള കള്ള മുസ്ലിങ്ങളല്ല ഈ സേട്ടന്മാർ. എനിക്കറിയാം, നേരിട്ടറിയാം. കൊല്ലത്ത് തന്നെ ഉണ്ട് ഹാജി ഹസൻ ജാക്കോബ് സേട്ടൻ സൺസ്. അവരൊക്കെ എന്നൊരു ഒരു അണുവിടെ വ്യത്യാസം ചെയ്യത്തില്ല ഒരു കാര്യത്തിലും. അത് തൂക്കത്തിൻ്റെ കാര്യത്തിലായാലും ശരി, പണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, എന്തിൻ്റെ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠമുള്ള ആൾക്കാർ. അങ്ങനെ ആരുടെയും മുതൽ കയറി എടുക്കുന്നവരൊന്നും അല്ല. ഈ സേട്ട് ആദ്യം എടുത്ത ഈ 404 ഏക്കർ എടുത്തെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും. അതാണ് അദ്ദേഹം വഖഫ് ചെയ്തത്. വഖഫ് ചെയ്ത് എന്തുകൊണ്ടാണ്? പൈസ വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. വഖഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ്. ഇറ്റ് വിൽ എവർ ബി എ വഖഫ്. അതാണ് നിയമം. പിന്നെ ആർക്കാണ് അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റുക? അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വഖഫ് ആക്റ്റിൽ തന്നെ. അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആക്റ്റാണ്. അത് പിന്നെ 1950 56 ഇവിടെ പാർലമെൻറ്റ് പാസ്സാക്കി. പിന്നെ അത് കഴിഞ്ഞ് 2013 വന്ന് 1995 അമെൻഡ്മെൻറ്റ് വന്നു. അതിൻ്റെ ഒരു ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് ബി വൺസ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ്, ഇറ്റ് കനോട്ട് ബി ലീസ്ഡ്, ഇറ്റ് കനോട്ട് ബി മോർഗേജ്, ഇറ്റ് കനോട്ട് ബി സോൾഡ്. ഇതിൻ്റെ അപ്പുറം എന്തുവാ? ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ പറ്റത്തില്ല, പണയപ്പെടുത്താൻ പറ്റത്തില്ല, ലോങ് ലീസിന് കൊടുക്കാൻ പറ്റത്തില്ല, പട്ടയം കൊടുക്കാൻ പറ്റത്തില്ല. അത് അള്ളാഹുവിന് കൊടുത്തതാണ്. അള്ളാഹുവിന് കൊടുത്ത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നത് എന്തോ, ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഈ കൊടുത്ത വഖഫ് ചെയ്ത ഈ ഫറൂഖ് കോളേജ് അവർ പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഇവരുടെ അവകാശികൾക്ക് കൊടുക്കണം, അതല്ലെങ്കിൽ അത് ചെയ്യണമെന്നൊക്കെ. പക്ഷേ അതൊന്നും വാലിഡ്, നൾ ആൻഡ് വോയിഡ് ആ ബിഫോർ ദ ലോ. വൺസ് ഇറ്റ് ഈസ് എ വഖഫ്, ഇറ്റ് ഈസ് എ വഖഫ്. അത് പറയാനുള്ള ധൈര്യം ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കാണിക്കാത്തത് എന്താ? ഒന്നുമില്ലെങ്കിലും സമസ്തയൊക്കെ, ഞാൻ സമസ്തയൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഗ്രൂപ്പിസമൊന്നും ഇഷ്ടപ്പെടുന്ന ആളുമല്ല. ഞാൻ ആ ഗ്രൂപ്പിസം പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇസ്ലാമിൽ ഒരു ഗ്രൂപ്പിസവും ഇല്ല. പ്രവാചകന് ഒറ്റ ഗ്രൂപ്പേ ഉള്ള, അത് മുസ്ലിം ഗ്രൂപ്പ്. പിന്നെ മനുഷ്യരുണ്ടാക്കിയത് ഈ ഗ്രൂപ്പുകളൊക്കെ. അതിൻ്റെയൊക്കെ തലപ്പത്തെ ആൾക്കാർ കയറി ഇരുന്ന് വിലസിക്കോട്ടെ. We cannot people like us cannot promote all those things. But the thing is, അവർ കാര്യം പറയുമ്പോൾ നമ്മളത് പറഞ്ഞല്ലേ പറ്റൂ. എന്തിനാണ് ഇവർ ഈ ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് ഈ വി.ഡി. സതീശനൊക്കെ പറയുന്നത്? ഇത് ആരും ഒഴിഞ്ഞു കൊടുക്കുന്നത് അവർ അവിടെ വഖഫിൻ്റെ വസ്തുവാണെന്നത്. ഇപ്പം നിങ്ങൾ വേറൊരാളുടെ വസ്തുവിൽ കയറി വേറൊരാൾ താമസിച്ച് കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു കൊടുക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയില്ല. എന്താ കോടതി ഒന്നും ചെയ്യാത്തത്? കോടതിക്ക് അറിഞ്ഞൂടെ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കരം പോലും അടയ്ക്കാൻ അവകാശമില്ലെന്നല്ലേ കോടതി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ പറ്റിക്കുക. എന്നിട്ട് BJP-ക്കാർ അവിടെ പോയി ഇരുന്നുകൊണ്ട് കണ്ണീരൊഴുക്കുന്നു. എന്തിനാ BJP-ക്കാർ കണ്ണീരൊഴുക്കുന്നത്? BJP-ക്കാർക്ക് എന്തോ വല്ല പ്രശ്നമുണ്ട്? അവിടെ എന്ന് പറയുന്ന പകുതി മുക്കാൽ സ്ഥലവും ഈ മാഫിയകൾ കൈയടക്കി